വിഴിഞ്ഞം തുറമുഖത്തേക്ക് വന്ന ലോറിയിൽ നിന്ന് പാറ വീണ് മുല്ലൂർ സ്വദേശി അനന്തു മരിച്ചതിൽ പ്രതിഷേധം തുടരുകയാണ്. തുറമുഖ നിർമ്മാണം 2 ദിവസത്തേക്ക് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നു. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ആദിൽ പാലോട്, പ്രതിഷേധം കടുക്കുകയാണോ? വിഴിഞ്ഞത്തെ കാഴ്ച എന്താണ്? വിഴിഞ്ഞത്ത് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. അനന്തു മരിച്ചതിൽ അത് പോർട്ടിൻ്റെ ഭാഗത്ത് നിന്ന്, പോർട്ട് അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ആവശ്യത്തിലധികം ഭാരം ചുമന്നുകൊണ്ട് വഹിച്ചുകൊണ്ടുള്ള ലോറികൾ പായുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നമുക്കിപ്പോൾ കാണാം, വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള വഴിയാണ് സുജയ ഇത്. ഇവിടെ നാട്ടുകാർ തന്നെ ഇത് കയറുപയോഗിച്ച് ഈ ഭാഗത്തേക്കുള്ള ഗതാഗതം നിർത്തിവെപ്പിച്ചിട്ടുണ്ട് നിലവിൽ എന്നുള്ളതാണ്. ആളുകൾ, പ്രദേശവാസികൾ ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന പേരുള്ള സംഘടനയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഇവിടെ ഒരു പ്രതിഷേധ ധർണ നടത്തുകയാണ്. നമുക്കിവരുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാൻ തോന്നുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പ്രധാനപ്പെട്ട പ്രശ്നം ഇത്, തുടർച്ചയായി ഇങ്ങനെയുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ അത് 3-4 വിഷയമായി അപ്പോൾ അതുകൂടാതെ തന്നെ അപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ തന്നെ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഉറപ്പെന്ന് പറയുന്നത് രാവിലെ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ലോഡുകൾ, വലിയ ലോറികൾ വരേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. 11 മണിക്ക് ശേഷമാണ് അതിനുള്ള ഒരു സമയം പറഞ്ഞിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ അവരുടെ കുറച്ച് നാൾ ആ ഉറപ്പ് പാലിക്കുകയും പിന്നെ വീണ്ടും പഴയപടി തന്നെയാണ്. ഇപ്പോൾ ഇത് തന്നെ അപകടത്തിന് ഇടയാക്കിയ കാരണം എന്ന് പറയുന്നത് ഈ ബോഡി മട്ടം, അതായത് ബോഡിയുടെ ലെവലിൽ വരെ മാത്രമേ പാറക്കഷ്ണങ്ങൾ കയറ്റാൻ പാടുള്ളൂ. എന്നാൽ അതിന് മുകളിലേക്ക് പാറക്കഷ്ണങ്ങൾ കയറ്റിയാണ് എല്ലാ വണ്ടികളും വരുന്നത്. അത്തരത്തിൽ അവിടെ ഒരു പാറച്ചീളുകൾ തെറിച്ചു വീണുള്ള അപകടങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. പാറച്ചീളുകൾ നേരത്തെ തെറിച്ചു വീണ സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈയിടയ്ക്ക് മുൻകാലം അല്ലെങ്കിൽ നേരത്തെ നടന്നിട്ടുള്ള ഒരു അപകടം എന്ന് പറയുന്നത് ഒരാളിൻ്റെ കാലിൽ കൂടി വണ്ടിയുടെ ചക്രം കയറി ഇറങ്ങിയതാണ്. ഈ വാഹനങ്ങൾ, ഈ ലോറി പാറയുമായി പല ഭാഗങ്ങളിൽ നിന്നും തുറമുഖത്തേക്ക് വരുന്ന ലോറികളാണ്. ലോറി ശ്രദ്ധയില്ലാതെ ഓടിക്കുന്നതാണോ ചേച്ചി ഇതിൻ്റെയൊക്കെ കാരണം? ശരി തന്നെയാണ്, ശ്രദ്ധയില്ലാതെ തന്നെയാണ് ഓടിക്കുന്നത്. ഞാനും 2 വീലർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള ഈ വണ്ടി കൊണ്ട് ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഉണ്ട്, ഞങ്ങൾക്ക് നാട്ടുകാർക്കും എല്ലാം മൊത്തത്തിലുണ്ട്. അനന്തുവിന്റെ കുടുംബത്തിന് കൃത്യമായ നഷ്ടപരിഹാരം നൽകണം എന്ന ആവശ്യം കൂടിയുണ്ട്. ഉണ്ട്, തീർച്ചയായും കൊടുക്കുന്നു. കാരണം BDS വിദ്യാർത്ഥിയാണ്, 4th ഇയറിൽ പഠിക്കുന്ന കുട്ടിയാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ആ കുട്ടിയെ പഠിപ്പിച്ച് കൊണ്ടുവന്നത്. അതിന് തക്ക ഇത് കിട്ടണം. കുടുംബത്തിന്റെ അത്താണിയായി പിന്നെയല്ലേ, പ്രതീക്ഷയാണ്. ഇത് കൂടുതൽ പ്രതികരണത്തിലേക്ക് വരാം. ഇതിപ്പം ഈ വാഹനങ്ങളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാലും കൂടുതൽ പാറ കയറ്റുന്നത് കൂടുതൽ ലാഭം ഉദ്ദേശിച്ചായിരിക്കും അല്ലേ? ആയിരിക്കും, അതെ, അത് തന്നെയാണ്. കാരണം ഇത് ടൺ കണക്കിനാണ് ഇവിടെ വില അവർ നിശ്ചയിക്കുന്നത്. അപ്പോൾ ലോറി ഉടമയും അതിന് ബന്ധപ്പെട്ട ആളുകളും കഴിയുന്നതും വാരിക്കയറ്റി കൊണ്ടുവരും. അതിനുണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ് നാടിനും. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു കാലത്ത് ഇവിടെ ചില ശക്തികൾ ഇതിനെ, പോർട്ടിനെ നശിപ്പിക്കാൻ വേണ്ടി സമരം നടത്തിയിരുന്നു, പണി തന്നെ മുടക്കി വെച്ചിരുന്നു. ഞങ്ങൾ അന്ന് ആ കാലത്ത് ഒരു കൂട്ടം ആളുകൾ അവിടെ പോർട്ട് വേണമെന്ന് പറഞ്ഞവരാണ്. ഇപ്പോൾ ഇത് ദുരിതമായി. വേണമെന്നും പറഞ്ഞു. ഞങ്ങൾ സമരം നടത്തുകയും അതനുസരിച്ച് 100 ദിവസം എന്തോ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും പണി പുനരാരംഭിച്ചു. ഇതിപ്പം വീണ്ടും ബുദ്ധിമുട്ടായല്ലേ? വീണ്ടും ബുദ്ധിമുട്ട് തന്നെ. അത് ഈ അമിത വേഗമാണ്. അമിത വേഗത കുറച്ചാൽ ഈ ലോഡും കുറച്ച് വന്നാൽ കാര്യം എന്നുള്ളതാണ്. സുജയ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ പല പാർട്ടിയിലെ എല്ലാ പാർട്ടികളും ഇവിടെ ഒരേ സ്വരത്തിൽ ഇക്കാര്യം ആവശ്യപ്പെടുകയാണ്. BJPയുടെയും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഒക്കെ കൊടികൾ ഇവിടെ കാണാം. ഇവർ കയർ ഉപയോഗിച്ച് നാട്ടുകാർ തന്നെ ഇവിടേക്കുള്ള വഴി കെട്ടിയടച്ചിരിക്കുകയാണ്. നമുക്ക് പിന്നിലായി പോകേണ്ട ലോറികൾ, പുറത്തേക്ക് ലോഡ് കയറ്റാൻ ഇനി പുറത്തേക്ക് പോകേണ്ട ലോറികൾ അവിടെ നിരയായി ശേഖരിക്കുക. വരും മണിക്കൂറിലും ഈ പ്രതിഷേധ കാഴ്ചകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. താങ്ക് യു ആദിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത്